ഓ എന്താ അൻസാറേ, ഞാൻ കുറേ പ്രാവശ്യമായിട്ട് നിന്നെ വിളിക്കണുണ്ട്, നീ ഫോൺ എടുക്കണില്ല. ഒന്നിയിൽ എന്നെ തിരിച്ച് വിളിക്കുക, ഇല്ലെങ്കിൽ എന്താണ് കച്ചവടത്തിന് വിവരം എന്നുള്ളത് എന്നെ അറിയിക്കുക. ചേട്ടത്തി മോൻ വീർപ്പിച്ചോണ്ട് പോയത്? ചേട്ടത്തിയുടെ മുഖം എപ്പോഴും അങ്ങനെയാണല്ലോ, ഇങ്ങനെ വീർത്താണല്ലോ ഇരിക്കുന്നത്. ആങ്ങളയ്ക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇന്ന് വിട്ടവലുള്ള ഏർപ്പാടിന് ഇനി മേലെ വിടരുത്. മനുഷ്യൻ നിന്ന് മനുഷ്യന്റെ ഇടപാട് തീർന്നു. എത്ര നേരം വെച്ചാൽ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഹോട്ടൽ എന്നുള്ള ബോർഡും തൂക്കി ഇങ്ങനെ നിൽക്കുന്നത്? എടേ, ഈ ഹോട്ടലിന് മുമ്പിൽ ബോർഡും പിടിച്ചിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ ആളല്ല നീ. ഓരോ ഹോട്ടലിന് മുമ്പിൽ എന്തോരം പേര് അതുപോലെ ബോർഡും പിടിച്ച് നിൽക്കുന്നുണ്ട്. അധ്വാനിക്കണം, അധ്വാനിച്ചാലേ അതിന് കൂലി കിട്ടുള്ളൂ, അല്ലാതെ ചുമ്മാ പറ്റൂല. സൂഹിക്കാൻ വേണ്ടിയിട്ടാണ് നീ ജനിച്ചേക്കണത്. ഞാൻ വെറുതെ ബോർഡും പിടിച്ചോണ്ട് നിന്നതല്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് ഇടാൻ ഒരു യൂണിഫോം തന്നു. അതാണ് നല്ല പിടുത്തം. ഒരു വിധത്തിൽ ഞാൻ വലിച്ചു കയറ്റിയിട്ടിട്ട് കാപ്പി കൂടി കഴിഞ്ഞിട്ട് നിന്നപ്പെടുത്തലുണ്ടല്ലോ, പാനിന്റെ ഹുക്കങ്ങ് കൂട്ടി. ഒരു കൈ പാൻറ്റയിൽ ഒരു കൈ ബോർഡ്, എന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്ന്. എന്തൊരു പാട് പെട്ടെന്നറിയാം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ. അത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം നിനക്ക് ഭക്ഷണം തന്നാൽ മതിയായിരുന്നു. ആദ്യമേ ഭക്ഷണം തന്നതിന്റെ കുഴപ്പമാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റ പാടാ അതിനെക്കാട്ടിലും. ഭക്ഷണം കഴിച്ചോ? എന്താ കഴിക്കാതെ? അതിന് വേണ്ടിട്ടല്ലേ പോയേ. പൈസ കിട്ടിയോ? പൈസ വന്ന്. അപ്പോൾ വയറും നിറഞ്ഞു, പോക്കറ്റും നിറഞ്ഞു. എന്നാ പിന്നെ ഇനി എൻ്റെ ഉറക്കം ആയിക്കൂടെ? എന്റെ പൊന്നെ, ഇതേപോലെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ഒരാള്. പിന്നെ അൻസാറൊക്കെ ഒരു കൂട്ടുകാരുടെ ഹോട്ടലിൽ വന്നു, കുഴിമന്തിയൊക്കെ കഴിച്ച് എന്തൊക്കെ പാഴ്സൽ മേടിച്ചോണ്ട് പോയി. അവിടെ ഹോട്ടലില്ല? ഓ, എന്നിട്ട് നിനക്കെന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഏടാ, അവിടെ പോയിന്ന് കൈ കാട്ടി ബോർഡ് കാണിക്കാനല്ലേ എന്നോട് പറഞ്ഞോളൂ. അവിടെ കഴിക്കാൻ വരുന്നവർ ലിസ്റ്റ് തരണമെന്ന് പറഞ്ഞു. എടാ അൻസാർ വന്നെങ്കിൽ എൻ്റെ അടുത്ത് അതല്ല വിളിക്കുന്ന എങ്ങനെ? ഒരു കൈ പാൻറ്റയില് ഒരു കൈ ബോർഡില്. ഇതിനിടയ്ക്ക് ഞാൻ എവിടെ നിന്ന് ഫോൺ ചെയ്യും? അത് പറ. എന്നിട്ട് കഴിച്ചിട്ട് പോയാ? കഴിച്ച് പാഴ്സൽ മേടിച്ചോണ്ട് പോയി. പാഴ്സൽ മേടിച്ചോണ്ട് കാറിനകത്ത്.